ഹായ് ഫ്രണ്ട്സ്, സെൻട്രം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രമ്യ സന്ദീപ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഇത് തന്നെയാണ്. ഞാൻ തേണ്ട മല്ലി വിത്ത് പാകി കിളിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുന്നതാണിത്, കണ്ടോ. അപ്പോൾ പല ആളുകൾക്കും ഇപ്പോഴും എങ്ങനെയാണ് മല്ലി പാകേണ്ടതെന്ന് അറിയത്തില്ല. എന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഉണ്ടാക്കുന്ന വിഭവങ്ങളിലെല്ലാം മല്ലിയെല്ലാം നന്നായിട്ട് ഇടുകയും ചെയ്യും. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിക്കാതെ, നമുക്ക് വിഷമുള്ളത് ഉപയോഗിക്കാതെ നമ്മളുടെ വീട്ടിൽ തന്നെ നമുക്കിത് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ളത് വളർത്തിയെടുത്തുകൊണ്ട് വന്നിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് കിളിർപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. നമ്മൾ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുവേ. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും വിത്ത് വേണമെന്നുണ്ടെങ്കിൽ 250-ലധികം പച്ചക്കറി വിത്തുകൾ ഇപ്പോൾ നമ്മുടെ സെൻട്രം ഓൺലൈൻ സ്റ്റോറിൽ ലഭ്യമാണ്. നമ്മളുടെ വാട്സാപ്പ് നമ്പർ നമ്മൾ ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. വിത്തുകൾ വേണ്ടുന്നവർ വാട്സാപ്പിൽ കയറി മെസ്സേജ് ചെയ്ത് കാറ്റലോഗ് നോക്കിയിട്ട് ഓർഡർ എടുക്കാവുന്നതാണ്. വിളിച്ചാൽ കിട്ടത്തില്ല കേട്ടോ, കാരണം ഒരുപാട് കോൾ വരുന്നത് കൊണ്ട് എല്ലാ കോളും അറ്റൻഡ് ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ മെസ്സേജ് വന്നാൽ ഇച്ചിരി ലേറ്റായിട്ടാണെങ്കിലും അത് ഒരു 12 മണിക്കൂറിനുള്ളിൽ തന്നെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം നമുക്കിനി വീഡിയോയിലോട്ട് കിടക്കാം. സാധാരണ 2 രീതിയിൽ വിത്ത് പാകി നമുക്ക് കിളിപ്പിക്കാൻ പറ്റും. ഞാൻ തന്നെ ഇവിടെ ഒരു ഡിഷിനകത്ത് നോർമലി പാകി അങ്ങ് മൊത്തം കുറേ അധികം ഇട്ടിട്ട് അങ്ങ് പാകി എടുക്കുമായിരുന്നു. ഏകദേശം ഒരു 90% ജെർമിനേഷൻ ഉള്ളതാണ്. കണ്ടോ, കൂടുതലും കിളർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ തന്നെ ഞാൻ അങ്ങ് നിർത്തിയിരിക്കുകയായിരുന്നു. പറിച്ചു മാറ്റി നട്ട് വിപുലമായ രീതിയിലൊന്നും ആക്കിയില്ല. കാരണം നമ്മളുടെ വീട്ടിൽ ഇതിന് വലിയ യൂസൊന്നുമില്ല. നമുക്കധികം ഇതിൻ്റെ ടേസ്റ്റ് അതേ ഇഷ്ടമില്ല, ഇതങ്ങനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ നിന്നത്. അപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പാകി വളർത്തി. ഓരോ സ്റ്റേജുകൾ ഞാൻ ഇതിൻ്റെ കൂടെ ഇടുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഓരോ സ്റ്റേജുകൾ. ഇത് ഇപ്പോൾ ഈ പരുവമായി. അപ്പോൾ ഇങ്ങനെ എങ്ങനെ ആക്കാമെന്ന് നമുക്ക് നോക്കാം. മല്ലിവിത്ത് പാകുമ്പോൾ അതിൻ്റെ ഇതുപോലെ കുറച്ച് നിരപ്പുള്ള ഒരു പാത്രമാണ് ഏറ്റവും നല്ലത്. കാരണം ഇതിൻ്റെ വേര് വളർച്ച അതൊന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്ത് കാണിക്കാവേ. ഒരുപാടങ്ങ് താഴ്ന്ന് വേര് പോയി ഇറങ്ങി ഇങ്ങനെ കിളുത്ത് വരുന്ന അല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പോട്ടി മിക്സ് ഇട്ട് നമ്മളതിനെ വെക്കേണ്ട കാര്യമില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തന്നെ ഇതിന് ഇത്രയും കുഴിവുള്ളത് കൊണ്ട് കുറച്ച് കരിയില അതിൻ്റെ ഏറ്റവും താഴെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഒരു കരിയില. ഇതിൻ്റെ പുറത്ത് ഞാൻ തന്നെ ചകിരിച്ചോറ് കമ്പോസ്റ്റാണ് ഇടുന്നത്. ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇത്ര ഇട്ടല്ലോ ഞാൻ, എന്നിട്ട് ഇതിനെ നന്നായിട്ട് അമക്കി കൊടുക്കണം. കാരണം വേര് ഇതിനകത്തോട്ട് ആഴ്ന്നിറങ്ങി ബലത്തോടെ വളരണമെങ്കിൽ ആദ്യം ഇടുന്ന പോർഷൻ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്ത് അതിനെ നല്ല തിക്കിലാക്കി വെക്കണം. ഇത് ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേരോട്ടവും വെള്ളം വലിച്ചെടുക്കാനുള്ളതും ഈർപ്പം നിലനിൽക്കുകയും എല്ലാം ചെയ്യും. അതേസമയം മണ്ണാണ് നമ്മൾ ഇടുന്നതെങ്കിൽ ഇങ്ങനെ ചെയ്തുകൂടാ. നല്ല ലൂസുള്ള മണ്ണായിരിക്കണം ഇടേണ്ടത്. കരിയില കമ്പോസ്റ്റും ഇളക്കമുള്ള മണ്ണും എല്ലാം ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണും എല്ലാം കൂടെ ചേർത്ത് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കണ്ട. ഇതിപ്പോൾ ചകിരിച്ചോറ് കമ്പോസ്റ്റ് ആയതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു. ഇതുപോലെയുള്ള പാക്കറ്റിലാണ് മല്ലിവിത്ത് വരുന്നത്. ഇത് ഫുള്ളായിട്ടുള്ള മല്ലിവിത്താണ്. അപ്പോൾ ഇതിനകത്ത് ചെറിയ ചെറിയ കുരുക്കൾ പോലുള്ളതാണ് ശരിക്കും ഇതിൻ്റെ വിത്ത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് ചെറിയ രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണേ. ഒന്ന് പൊടിക്കണം. ഒത്തിരി അല്ല, വളരെ ചെറിയ രീതിയിൽ കല്ലോ അല്ലെങ്കിൽ ഉരുണ്ട തടിയോ അല്ലെങ്കിൽ അരകല്ലേ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്ത് നമുക്കിതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ഒരു ചിരട്ട വെച്ചാണ് ചെയ്യുന്നത്. ഇത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്, കണ്ടോ. മിക്ക ആളുകളും ചെയ്യുന്നത് എന്താണെന്നറിയും, ഒരു കവറ് കിട്ടി ആ ഒരു കവർ മൊത്തവും അവിടെ അങ്ങ് പാകിയിടും. ഞാൻ വളരെ കുറച്ച് മാത്രമേ ഇതിനകത്തുനിന്ന് എടുക്കുന്നുള്ളൂ. കാരണം വളരെ ഇതുകൊണ്ട് ഇത്ര ഇടുമ്പോൾ തന്നെ നല്ല ഒരുപാട് തൈയാകും. ഇത്രയത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇതിൻ്റെ മുകളിലോട്ട് ഞാൻ ഈ ചകിരിച്ചോറ് കമ്പോസ്റ്റ് വളരെ ലൂസായിട്ട് ഇങ്ങനെയാണ് ഇടുന്നത്. അതിനെ അമ്മയ്ക്ക് കൊടുക്കുകയല്ല, ഇത്രയും മതി. ഒരുപാടങ്ങ് ആഴത്തിൽ വിത്ത് പോവരുത്. വിത്ത് കുറച്ച് മുകളിലായിരിക്കണം. ഇനി വളരെ ഈർപ്പം നിലനിൽക്കുന്ന രീതിയിൽ ഇതിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതിപ്പോൾ രാവിലെയെന്നോ വൈകുന്നേരമെന്നോ 2 ദിവസം കഴിയുമ്പോഴോ ഒന്നുമില്ല. എപ്പോഴാണോ ഇതിനകത്ത് ഡ്രൈ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ സമയത്ത് നമുക്കിതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ ചൂട് സമയം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെള്ളം ബാഷ്പീകരിച്ച് പോകുന്നത് കൊണ്ട് ഒരു വെള്ള കവറോ വെള്ളം ഇതിൻ്റെ പുറത്ത് ഇത് കിളുത്ത് പൊങ്ങുന്നിടം വരെ വെള്ള കവറോ വെള്ളം ഇതിൻ്റെ പുറത്ത് മൂടിയിട്ടാൽ ഏറ്റവും നല്ലതാണ്. ഒരു ഹ്യൂമിഡിറ്റി അതിനകത്ത് നിലനിന്ന് പെട്ടെന്ന് തന്നെ വിത്ത് മുളയ്ക്കുന്നതിന് അത് സഹായിക്കുവേ. ഇതുപോലെ ഇത് പാകിയതിന് ശേഷമുള്ള ഓരോ സ്റ്റേജാണ് ഈ കാണുന്നത്.
ഈ രീതിയിലാണ് ഞാൻ പാകി കിളിപ്പിക്കുന്നത്. രാവിലത്തെ ഇളം വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കി ഇതിനെ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നല്ല ചെറിയ കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടി നല്ല സ്ട്രോങ് ആയിട്ടുള്ള തൈയായിട്ട് വളർന്നു വരാനായിട്ട് സഹായിക്കുവേ. ഈ രീതിയിലാണ് ഞാൻ വിത്ത് മുളപ്പിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഓരോ ആളുകളും ഓരോ രീതിയിലാണ് വിത്ത് മുളപ്പിക്കുന്നതും നടുന്നതും ഓരോ രീതിയുമൊക്കെ വളം കൊടുക്കുന്നതുമൊക്കെ. ഏത് രീതി ചെയ്താലും നമ്മൾ കുറേ പ്രാവശ്യം വിത്തുകൾ പാകിയും കിളിപ്പിച്ചും എടുത്തുമൊക്കെ വരുമ്പോഴത്തേന് തന്നെത്താനെ നമ്മൾ കൃഷിയൊക്കെ അങ്ങ് പഠിക്കും. അപ്പം നിങ്ങൾ ചെയ്യുന്ന ഓരോ രീതിയും കമൻ്റായിട്ട് ഇടണം. എനിക്കും മറ്റു സുഹൃത്തുക്കൾക്കും എല്ലാം അത് ഉപകാരപ്രദമാകും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.